ഹിന്ദുക്കളുടെ മൈൻഡ് ഒരു പ്രത്യേക മൈൻഡാണ്. എന്താ വെച്ചാല് എന്റെ കച്ചവടം അത്ര ഇല്ലെങ്കിലും കുഴപ്പമില്ല കൃഷ്ണ, അടുത്ത കച്ചവടക്കാരെ പൊട്ടിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന മൈൻഡാണ് നമ്മുടെ. നിങ്ങൾ കഴിഞ്ഞ് പൗർണമിക്ക് 1,00,000 പൂജയാണ്. 1,00,000 ഞാൻ ഞെട്ടിപ്പോ, ഈശ്വരൻ ഞാൻ ചങ്ക് പടച്ചു, 1,00,000 ഹിന്ദുമതത്തിന് അങ്ങനെ ഒരു പ്രത്യേക ഗുണമുണ്ട്. പക്ഷേ എല്ലാ പൂജാരിമാരും എങ്ങനെ നിങ്ങളെ പറ്റിക്കാന്ന് റിസർച്ച് ചെയ്യുന്നവർ അധികം വരും. ദൈവത്തിന് രൂപമല്ല എന്ന് പറഞ്ഞവരെ ഈ പറഞ്ഞൊക്കെ അതാണ് അത്ഭുതം. അത് സ്വർഗത്തിൽ ഇരിക്കണേ ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ രൂപം വേണ്ടേ? ദൈവത്തിന് സിംഹാസനം, ആസനമായിട്ട് സിംഹാസനം ഉണ്ടാവുള്ളൂ. രാവണന്റെ കൊട്ടാരത്തിൽ പോയ ഹനുമാന്റെ അവസ്ഥയിൽ ഈ സെലിബ്രിറ്റി സ്പിരിച്വാലിറ്റി ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് വെനമസ് തിങ് ഇൻ ദ വേൾഡ്. അമ്പലത്തിനുള്ളിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് അതെന്താ പറയുന്നത്, ഈശ്വരൻ അത്ര ഈശ്വരൻ എല്ലാ ഫ്രോഡുകളും അടിയുന്ന സ്ഥലം. നിങ്ങൾക്ക് മുസ്ലിം ആചാര്യമുണ്ട്, വളരെ പെട്ടെന്ന് ചെയ്ത ഗുരുതരാണ്, നിങ്ങളെ കൊല്ലാനുള്ള പണി എടുത്തിരിക്കുന്നവർ. എൻ്റെ തൊട്ടിച്ചത്തിന് അച്ഛനുള്ള കമൻറ്റ് കഴിഞ്ഞു, അത് കുഴപ്പമില്ല. അയ്യപ്പനെ വെച്ച് ഒരു കള്ളം പറഞ്ഞവൻ പോലും സമാധാനമായിട്ട് ഉറങ്ങില്ല, എനിക്ക് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ എന്നെ പറഞ്ഞു. അതിനെപ്പറ്റി രമണ മഹർഷി പറയുന്നൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ഉണ്ട്, വളരെ മനോഹര കഥയാണ്. പണ്ട് കാലത്തൊക്കെ ഈ തമിഴ്നാട്ടിലൊക്കെ ഈ കാളവണ്ടിയിലാണ് ഈ ഗുഡ്സ് കൊണ്ടുപോകുക. സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി വലിയ ചന്തകളിൽ കൊണ്ടു. അപ്പം അവിടെ ഈ ടാക്സ് അടയ്ക്കണം. ചുങ്കം എന്ന ടാക്സാണ്, ചുങ്കം കിട്ടും. അപ്പൊ ചുങ്കത്തിൽ അവിടെ വടി വെച്ചിട്ട് നമ്മളെ ഈ പിന്നെ ടോൾ പ്ലാസ പോലെ അങ്ങനെ വെക്കും. അവിടെ വടി വെച്ചിട്ട് കാളവണ്ടി നിർത്തും. അപ്പം ലോങ് ആയിട്ട് കാളവണ്ടികൾ ഇങ്ങനെ കിടക്കും. അപ്പം അതിലേക്ക് ഉദ്യോഗസ്ഥർ വന്നിട്ട്, രാജാവിന്റെ ഉദ്യോഗസ്ഥർ വന്നിട്ട് കുത്തി നോക്കും, എന്തെങ്കിലും അനധികൃത വസ്തുക്കളുണ്ടോ, ടാക്സ് അടയ്ക്കാത്ത എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കും. അപ്പൊ പലരും അനധികൃത സെക്കൻഡ് കച്ചവടം നടത്തും. അപ്പോൾ അവിടെ പിടിച്ച് ടാക്സ് അടക്കേണ്ടി വരും. അപ്പൊ ചുങ്കച്ചാവടി തന്നെ പറയാം, ചാവടി എന്നാണ് പറയാം, ടോൾ പ്ലാസ പോലെ. ഇവിടെ കോയമ്പത്തൂർ കടി ചാവടി, KG ചാവടി എന്നൊക്കെ. അപ്പോൾ ഒരു സമർത്ഥനായ കച്ചവടക്കാരൻ തോന്നി, അനധികൃത വസ്തുക്കളുണ്ട് വണ്ടിയിൽ, കാളയ്ക്ക് എന്തായാലും കുഴപ്പമൊന്നുമില്ലോ, കാട്ടുവഴി കൂടെ പോവാം. അപ്പൊ ചുങ്കച്ചാവടി തപ്പിച്ചിട്ട് അപ്പുറത്തെ ഗ്രാമത്തിൽ കച്ചവടം തിരിച്ചതിൽ തന്നെ വരാം. അപ്പൊ ടാക്സ് അടയ്ക്കണ്ടല്ലോ. ഇയാൾ എന്ത് ചെയ്തു, ദൂരെ ഓടണം കുറച്ച്. രാത്രി മുഴുവൻ കാള ഓടിക്കോളല്ലോ, കാട്ടുവഴി കയറി. കാട്ടുവഴി കയറിയാൽ കുറേ ആയപ്പോൾ ഇയാൾ ഉറങ്ങി, കാള ഇങ്ങനെ പോവല്ലേ. രാവിലെ വെളിച്ചായപ്പോൾ കണ്ണു തുറക്കുമ്പോൾ ചുങ്കച്ചാവടി നിൽക്കുന്നുണ്ട്. കാളയ്ക്ക് ഈ വഴി അറിയുള്ളൂ, കാളയ്ക്ക് എന്നും പോയ വഴിയിൽ അതിന് ബുദ്ധിയില്ലല്ലോ. ആ കാട്ടുകൂടെ പോയെങ്കിലും പകുതി തിരിച്ചു വന്നത് വഴി തെറ്റിട്ട്. അത് തിരിച്ചു വന്നിട്ട് നേരെ അതേമാതിരി സ്പിരിച്വാലിറ്റി, നിങ്ങൾ കുട്ടിച്ചാത്തനെ ഉപാസിച്ചാലും മറുതെ ഉപാസിച്ചാലും പ്രപഞ്ച നിയമമുണ്ട്. നിങ്ങൾ ആത്മാവെന്ന ചുങ്കച്ചാവടിയിൽ നിൽക്കും. നിങ്ങൾ അതിലേക്കാണ് നിങ്ങളെ പോക്ക്. നിങ്ങൾ യേശുവിലൂടെ രക്ഷയുള്ളവരിന് കുറെ കള്ളം പറഞ്ഞാലും, അല്ലാഹു അല്ലാതെ എന്ത് നിങ്ങൾ പറഞ്ഞോ, അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് ശൂന്യത ഫീൽ ചെയ്യും. എന്നറിയോ, ഉദാഹരണം പറഞ്ഞാൽ സ്വർഗത്തിൽ പോയി, ഫസ്റ്റ് ഡേ അറ്റ് സ്വർഗം, അവിടെ നിങ്ങൾ ഭയങ്കര ഹാപ്പി, മരിച്ചുകൂടെ എത്തിയല്ലോ, ദൈവം അവിടെ കിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇരിക്കുന്നുണ്ട്, എന്തോ അതെ ദൈവത്തിന്റെ രൂപമല്ല എന്ന് പറഞ്ഞവരായി പറഞ്ഞൊക്കെ അതാണ് അത്ഭുതം. സ്വർഗത്തിൽ ഇരിക്കണ ഒരു സ്പേസ് ഒക്യുപ്പൈ ചെയ്യണമെങ്കിൽ രൂപം വേണ്ടേ? ദൈവത്തിന് സിംഹാസനം, ആസനമായിട്ട് സിംഹാസനം ഉണ്ടാവുള്ളൂ അല്ലേ? അപ്പൊ അതൊക്കെ ഇത് ചിന്തിക്കില്ല, ഇല്ലോജിക്കൽ സ്റ്റോറീസ് ആണ് അതൊക്കെ. അപ്പോൾ അവിടെ സ്വർഗത്തിൽ പോയി കുറെ അങ്ങനെ ഇരുന്ന്, ഒരു പണിയുമില്ല, അവിടെ ഓഫീസില്ല, എന്ത് കളക്ടറേറ്റ് ഇല്ല, ഒന്നുമില്ല. നമ്മളവിടെ കുറെ ഇരുന്ന് കുറെ പാല് കുടിച്ച്, വല്ലാത്തൊരു ടീം മറ്റേ ടീം ഉണ്ടല്ലോ, അവർ കണ്ടുപിടിക്കാൻ പോയി, ഒരു രക്ഷയുണ്ടല്ലോ, ആകെ വെറുത്തു പോകും. നമ്മൾ വെറുത്തു പോകും. ഒരു കക്കൂസ് പോലും ഇല്ല സ്വർഗത്തിൽ, അത് സത്യം. ഈ പാലൊക്കെ കുടിച്ചു അല്ല പഴന്ന് കക്കൂസ് പറയണ്ടല്ലേ, ഇല്ലല്ലോ. കക്കൂസ് തീട്ടം മാലിന്യൊക്കെ നരകത്തിലല്ലേ. അപ്പോൾ ഭയങ്കര ഇലോജിക്കലാണ് സാധനം. കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കാൻ തുടങ്ങി, ഇയാളെ തന്നെ അങ്ങനെ നോക്കിയിരുന്നിട്ട്. അവർ പെണ്ണുങ്ങൾ പോലും ഇല്ല. പിന്നെ ഉണ്ട് മറ്റേ ടീമിന്, അവർക്കുണ്ട് 77,000 ഹൂറികളോട്. പക്ഷെ അതിന് വേറെ പണി എടുക്കണം. ഇവിടെ മറ്റേ അവിശ്വാസികളുടെ നഗരം ആക്രമിച്ച് കൊന്നാലൊക്കെ കിട്ടുള്ളൂ, അല്ല ജിഹാദ് അല്ലാതെ പോയാലൊന്നും അങ്ങനെ വലിയ കിട്ടില്ല, പുണ്യം ചെയ്ത് പോകണം. അവിടെ പെണ്ണുങ്ങൾ കുറേ എണ്ണം കിട്ടും. പിന്നെ ഇതും മടുക്കൂട്ടോ, കുറച്ച് ചെയ്യുമ്പോൾ മടുക്കും, ശരിക്കും മടുക്കും. കുറേ ലാവസും പെണ്ണുങ്ങളെ എല്ലാ 24 മണിക്കൂർ അതും മടുക്കും. മനുഷ്യന്റെ മൈൻഡ് അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. നിരന്തരം 24 hours എൻജോയ്മെന്റ് ഒന്നിനും ഉണ്ടാവില്ല. IPL ഭ്രാന്തനാണ്. അപ്പോൾ അടുത്ത ദിവസം കാണണം, എല്ലാ ദിവസവും 24 മണിക്കൂറും കണ്ടാൽ ദ മോർ യു റിപ്പീറ്റ് എ തിങ് ദ മോർ ഇറ്റ് ബിക്കംസ് എ ബിഗ് ബോർഡം. നിങ്ങൾ ഒരേ കാര്യം വീണ്ടും 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 ഇങ്ങനെ ചെയ്യുമ്പോൾ ബോർഡം വരും. കുറച്ച് കഴിയുമ്പോൾ മനസ്സായി അങ്ങനെ ഉണ്ടാക്കിയില്ല, മനസ്സിന് എറ്റേണൽ ജോയ് ഇല്ല. അപ്പോൾ എന്താ ചെയ്യാത്, അത് അങ്ങോട്ടിരുന്ന മനസ്സ് ഒറ്റ തിരിച്ചിരിക്കും ഇങ്ങോട്ട് ഉള്ളിലേക്ക്. ബോർഡം കാരണം വരും. എന്താണ് സത്യം, എന്തിനാണ് ജീവിക്കുന്നത്, ഞാൻ എന്തിനാണ് ജനിച്ചത്, ഞാൻ ആരാണ്, ഈ ശരീരമാണോ, അങ്ങനെ അങ്ങനെ ചോദ്യങ്ങൾ വരും. അത് നല്ല ഇന്റലിജന്റ് ചോദ്യങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങുമ്പോൾ രക്ഷപ്പെടാൻ തുടങ്ങി എന്നർത്ഥം. അതിന് പ്രകാശം, ടണലിന് അകത്തെ വെളിച്ചം വന്നു തുടങ്ങി എന്നർത്ഥം. ആ എൻഡിൽ ഏത് മുസ്ലിമും വരും, ഏത് ക്രിസ്ത്യാനിയും വരും, കമ്മ്യൂണിസ്റ്റുകാരനും വരും, ആരും വരും. കാരണം അവൻ പറഞ്ഞൊന്നും അല്ല സത്യം, അവന് മനസ്സിലാവും. ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനാര്, ഞാനിത് കാണാനില്ലെങ്കിൽ ദൈവത്തിന് എന്ത് പ്രസക്തി? അവിടെ സർക്കസ് നടക്കുന്നുണ്ട്, നമ്മൾ കാണാനില്ലെങ്കിൽ ആൾക്കെങ്കിലും വരുമാനമുണ്ടോ?
എനിക്ക് ഞാൻ കാണുന്ന വസ്തുവിലേക്ക് എൻ്റെ ടോട്ടാലിറ്റി ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ അതിനെ കാണണം, അതിനേക്കാൾ പ്രസക്തം കണ്ടുപിടിക്കുന്നത് ഞാനാണ്. ഈ സീയർ എന്ന അവസ്ഥയാണ് ഏറ്റവും വലിയ. അതിന് കുട്ടിച്ചാത്തനെ ഉപാസന കിട്ടിയാൽ തിരക്കില്ല, ശിവന് അതൊന്നും എനിക്ക് പ്രയാസമില്ല, ഇത് മാർഗങ്ങളതൊക്കെ. പക്ഷെ ഞാനായി റിമെയിൻ ചെയ്യുന്ന ഒരു വളരെ സൈലന്റ് ആൻഡ് വെരി ബ്ലെസ്ഡ് മൊമെന്റ് ഉണ്ട്. അതിന്റെ കണ്ടിന്യൂറ്റിയാണ് ആത്മീയത എന്ന് പറയുന്നത്. അതിന് ഞാനായിരിക്കും. ബീയിങ് ആണ് സ്പിരിച്വാലിറ്റി. ആക്ടിങ് അല്ല, ഡൂയിങ് അല്ല, വേർഷിപ്പിംഗ് അല്ല, മെഡിറ്റേറ്റിംഗ് അല്ല, ബീയിങ് ആണ് സ്പിരിച്വാലിറ്റി. ബീയിങ് ഈസ് സ്പിരിച്വാലിറ്റി. ബീയിങ് ദ ട്രൂത്ത്. മറ്റെല്ലാ ഇതിലും പിന്നെ ഹീസ് ദ ട്രൂത്ത്, അങ്ങനെ അത് അയാൾക്കുള്ള എനിക്കെന്താ, അങ്ങനെയല്ലേ. പക്ഷെ ഇവിടെ മാത്രമേ ഉള്ളൂ അഹം ബ്രഹ്മാസ്മി. വേറെ ഒരു മതത്തിലും അത് പറയില്ല. സൂഫിസത്തില് അനാൽ ഹക്ക് എന്ന് പറഞ്ഞതിന് പേരാണ് അയാളെ വെട്ടി നുറുക്കിയിട്ട് കടലെറിഞ്ഞത്. ഞാൻ തന്നെ തത്വമസീര വേറെ അത് പറഞ്ഞതിന് പേരാണ് കൊന്നത്. ഇവിടെ അതല്ല, അങ്ങനെ പറഞ്ഞിട്ട് പൂജിക്കുകയാണ്. അതാണ് ഈ രാജ്യത്തെ വ്യത്യാസം. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് പന്ഥാവിൽ പോയാലും അൾട്ടിമേറ്റ്ലി നിങ്ങൾ ഇവിടെ നിന്ന് അറിയാം. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് നന്നാവാൻ വേണ്ടി ഇപ്പോൾ എല്ലാവർക്കും ഒരേ സോപ്പാണ് ചെറിയ രസം ഉണ്ടാവുക. ഡെറ്റോൾ വേണം, ചിലർക്ക് സിന്തോൾ വേണം. അതുപോലെ ഇവിടെ പല പല രൂപങ്ങളിലും മൂർത്തികളും ഉപാസിക്കുന്നത് ഉപാസകൻ അവന്റെ സത്യത്തെ തിരിച്ചറിയാൻ, സ്വർഗത്ത് പോകാനല്ല. ചിത്തശുദ്ധിക്ക് വേണ്ടിയാണ് ദേവതകളെ ഉപാസിക്കുന്നത്. ശങ്കരാചാര്യർ വ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് വേദപ്രമാണത്തോടു കൂടി. അതുകൊണ്ട് ഇവിടെ വെറൈറ്റി വരട്ടെ. 800 കോടി ജനങ്ങൾക്കും 800 കോടി ദൈവങ്ങൾ ഉണ്ടായിക്കോട്ടെ, ഒരു കുഴപ്പമില്ല. പക്ഷെ ആ ദൈവങ്ങളെ കൊണ്ട് നിങ്ങളുടെ ചിത്തശുദ്ധിക്ക് അപ്പുറത്ത് ഒരു ചുക്കും ചെയ്യാൻ സാധിക്കില്ല. അൾട്ടിമേറ്റ് എൻഡിൽ അവര് ഒരു പോയിന്റിലെത്തും. അവര് കാളയുടെ വരെ അവിടെ കൊണ്ട് നിർത്തുള്ളൂ. ഏത് ടാക്സ് അടക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. ചുവന്ന കാളയാലും കറുത്ത കാളയാലും അതോടെ എത്തിക്കും. അത് ദേവത എത്തിച്ചോളും. പക്ഷെ അവിടെ അങ്ങോട്ട് പോലും ജോലിയുണ്ട് വേറെ, അത് നിങ്ങൾ തന്നെ ചെയ്യണം. അതാണ് ഗുരുവിന്റെ പ്രസക്തി അവിടെ. ഈ അടുത്തൊരു സംശയം അല്ലെങ്കിൽ ഒരു ചോദ്യം എന്ന് പറയാനുള്ളത് ശബരിമലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് മുമ്പത്തെ ഇലക്ഷനിൽ സ്ത്രീ പ്രവേശനമാണെങ്കിൽ ഇന്ന് ശബരിമലയുടെ ആ സ്വർണ്ണപ്പാളി അങ്ങനത്തെ ഇതിലേക്ക്. അപ്പൊ ശബരിമല ഒരു സെൻറ്റർ ചെയ്തുകൊണ്ട് ഒരു പുതിയൊരു മുന്നണി ശക്തി പ്രാപിച്ചു. അതായത് മൂന്നാമത്തെ ഒരു മുന്നണി ശക്തി പ്രാപിച്ചു. അപ്പോൾ അങ്ങനത്തെ കുറേ രാഷ്ട്രീയമായിട്ടുള്ള സ്വിച്ചിങ് ഉണ്ടായിട്ടുള്ള ഒരു സമയമായിരുന്നു ശബരിമല ഈ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചയക്കപ്പെട്ടപ്പോൾ. നമ്മളെങ്ങനെയാണ് ശബരിമലയുടെ ആ ഒരു വിഷയത്തെ രാഷ്ട്രീയപരമായിട്ട് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ശബരിമല ശ്രീധർമ്മശാസ്താവ് ശക്തിയുള്ള ദേവതയാണെന്ന് അതിൻ്റെ അർത്ഥം. കാരണം ആരാണോ യുവതികളെ അവിടെ കയറ്റിയേ തീരുമെന്ന് പറഞ്ഞിട്ട് പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ചത്, അവർ തന്നെ തിരുത്തി പറഞ്ഞു അതിലും വലിയ ശക്തി വേറെ ദൈവത്തിനായി ലോകത്തുള്ളത്. പക്ഷേ അപ്പോഴും ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. എന്നും ഹിന്ദു മതത്തെ നിത്യനിരന്തര സംഘർഷത്തിലാക്കാനുള്ള ആരുടെ ഒരു പദ്ധതിയായിട്ടാണ് ഇത് വരുന്നത്. കേവലം ഇത് പിണറായി വിജയനെ തലയിലിടാനോ ഇടതുപക്ഷ ഗവൺമെന്റ് മാത്രമാണ് കാരണക്കാരെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഞാൻ ചിന്തിക്കുകയും ആഹാരം കഴിക്കുകയും ചെയ്യുന്ന ആളായുണ്ട്. അക്കാലത്ത് തന്നെ ഞാൻ അന്നത്തെ BJPയുടെ നേതാക്കളോട് പറഞ്ഞിരുന്നു, കേന്ദ്ര സർക്കാർ ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നാൽ നിഷ്പ്രയാസം ശബരിമല പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്യാതെ വെക്കുന്ന അതും ഒരു രാഷ്ട്രീയമാണ്. പിണറായി വിജയൻ കളിച്ചതും രാഷ്ട്രീയമാണ്. രണ്ടും രാഷ്ട്രീയമാണ്. അതിൽ ഭക്തിയോ മതമോ ആത്മീയതയോ ഇല്ല. ഇതാണ് സത്യം. ഞാൻ സത്യം പറയുന്നതിന് ആരും പേടിക്കാത്ത ആളാണ്. കാരണം ശബരിമല ഒരു കൺകറന്റ് ലിസ്റ്റിലുള്ള കാര്യമാണ്. ദേവ പ്രശ്നങ്ങളൊക്കെ കൺകറന്റ് ലിസ്റ്റാണ് ശബരിമല നിൽക്കുന്നത്. അതെന്ന് വെച്ചാൽ കേരള സർക്കാരിനും കേന്ദ്ര സർക്കാരിനും തുല്യ അവകാശം ഉണ്ട് അതിൽ ഒപ്പീനിയൻസും അതിൽ നിയമങ്ങളും ഉണ്ടാക്കാൻ. കേരള സർക്കാർ നമുക്ക് പൂർണ്ണമായിട്ട് എതിരായിരുന്നു. എന്താണ്, 10നും 50നും ഇടയ്ക്കുള്ള സ്ത്രീകൾക്കും അവിടെ കയറാം, യുവതികൾക്ക് അവിടെ കയറാം എന്നാണ് അവരുടെ സ്റ്റാൻഡ്. അവരുടെ സ്റ്റാൻഡ് ക്ലിയർ ആണ്. അവർ നമുക്ക് എഗൻസ്റ്റ് ആണ്. കേന്ദ്ര സർക്കാർ ആ സമയത്ത് ഓർഡിനൻസ് പുറപ്പെടുവിച്ചില്ല. അവർ പല ന്യായങ്ങളും പറഞ്ഞു, അത് പറഞ്ഞു ഇത് പറഞ്ഞു. പക്ഷെ അവർ ഇപ്പോഴും ഞാൻ പറയുന്നു, കേന്ദ്ര സർക്കാർ ഒരു സ്ട്രിക്റ്റ് ഓർഡിനൻസ് പുറപ്പെടുവിക്കുകയാണ്, ശബരിമലയിൽ ഇതേ പാടുള്ളൂ എന്ന് കേന്ദ്ര നിയമം കൊണ്ടുവന്നാൽ ആ നിയമത്തിന് പ്രാബല്യം ഉണ്ട്. അത് അവരും ചെയ്തില്ല. അവരും അതിനെ ഒരു രാഷ്ട്രീയ അവസരമായിട്ട് കണ്ടു. അവർക്കും അതിലൂടെ ഒരു എൻകാഷ് ചെയ്യാൻ പറ്റി. കാരണം വെച്ചാൽ കുറെ വിശ്വാസികളെ കൂട്ടാം, അവരെ കൊണ്ട് പാർട്ടി വിജയത്തിൽ വരും. തെറ്റെന്നല്ല ഞാൻ പറയുന്നത്. ദേവന്മാരെ വെച്ച് രാഷ്ട്രീയം കളിക്കരുതാണ് എൻ്റെ അപേക്ഷയാണ്. ഇവരൊക്കെ തമ്പുരാക്കന്മാരും നമ്മൾ പ്രജകളുമാണ്. അപ്പൊ തമ്പുരാക്കന്മാരോട് എനിക്കുള്ള അപേക്ഷ, ദേവന്മാരെ വെച്ചിട്ട്, അത് ശബരിമല ധർമ്മശാസ്താവാണെങ്കിലും ഗുരുവായൂരപ്പനാണെങ്കിലും വൈക്കത്തപ്പനാണെങ്കിലും ദേവന്മാരെ വെച്ച് രാഷ്ട്രീയം കളിക്കരുത്. പണ്ട് പറയാം, തീക്കൊള്ളി കൊണ്ട് തലചൊറിയാന്ന് പറയാം. അതുപോലെയാണത്. ഉരഞ്ഞു കത്താനും എല്ലാം നശിക്കാനും അരനിമിഷം മതി. നെപ്പോളിയൻ ബോണപ്പാട്ടൊന്നും ഇപ്പൊ ജീവിച്ചിരിക്കില്ലല്ലോ. ഒരു തമ്പുരാനെയും ഈശ്വരൻ ഇവിടെ വാഴിക്കില്ല വല്ലാതെ. അപ്പൊ തമ്പുരാന്മാരാണെന്ന് സ്വയം ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് മൂഢത്വമാണ്. അത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും, ഞാൻ അപ്പോഴും പണ്ടും പറഞ്ഞ അഭിപ്രായമാണ്, തന്ത്രിയും മന്ത്രിയും ഈശ്വരന് മേലെയല്ല.
എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ചോദ്യം, പിണറായി വിജയൻ്റെ ഗവൺമെൻറ് നമ്മളെ വളരെയധികം പ്രൊവോക്ക് ചെയ്തു, ആവശ്യത്തിൽ കൂടുതൽ. അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ഗുരുസ്വാമിയെ ഇവർ കല്ലെറിഞ്ഞു വന്നു, അവർ പറഞ്ഞത് ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരിച്ചാണ്. എത്ര ഇൻഹ്യൂമൻ ആണ്. ഒരു അയ്യപ്പ ഭക്തൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് അത് ഹാർട്ട് അറ്റാക്ക് ആണ്. ഈസ് ഹി എ ഡോക്ടർ? ഈസ് ഹി എ ഫിസിഷ്യൻ ടു produce a verdict upon that? How can he say that the person has died out of cardiac arrest? മരണം വന്ന് സംഭവിച്ചത് MI കാരണം അങ്ങനെ പറയാൻ പറ്റും? ഇൻഫ്രാക്ഷൻ ആണോ? അതെങ്ങനെ പറയാൻ പറ്റും? കല്ലെറിഞ്ഞു വന്ന ഒരാളെ. അപ്പോൾ ഒരു മുഖ്യമന്ത്രി അങ്ങനെ തീരെ ഉത്തരവാദിത്തമില്ലാതെ ഒരു ഭക്തസമൂഹത്തെ മുഴുവൻ അവരുടെ മരണത്തെ പോലും ലാഘവത്തോടെ എടുക്കുന്ന കണ്ടപ്പോഴാണ് ഭക്തന്മാർക്ക് വല്ലാതെ വേഷം. ഈ ഭക്തന്മാരാണെങ്കിലോ ലാർജ് ഗ്രൂപ്പ് വിചാരിക്കുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടി നമ്മളെ സംരക്ഷിക്കുന്നതാണ്. അപ്പോഴും എനിക്കതൊരു വിരുദ്ധാഭിപ്രായമുണ്ട്. കാരണം ആദിവാസി ഗോത്ര മേഖലയിൽ അവർക്ക് നിയമപരമായ പരീക്ഷയുണ്ട്. അവിടെ മറ്റാരും ചെന്നിട്ട് മതം മാറ്റാൻ പാടില്ല അവരെ. ഛത്തീസ്ഗഡിൽ അങ്ങനത്തെ മേഖലയിൽ പോയിട്ട് പെൺകുട്ടികളെ കടത്തിക്കൊണ്ട് വന്നവരെ കേരളത്തിൽ നിന്നുള്ള ഇതേ പാർട്ടിക്കാർ പോയിട്ടാണ് റിലീസ് ചെയ്തുകൊണ്ടുവന്നത്. അവർക്ക് അപ്പോൾ എന്തായി? അവർക്ക് സ്വാതന്ത്ര്യമായി ആദിവാസി മേഖലയിൽ ഇനിയും മതം മാറ്റാൻ. അപ്പം ഇതൊക്കെ ഹിന്ദു സംരക്ഷണമെന്ന് വിശ്വസിക്കാൻ മാത്രം മൂഢനല്ല ഞാൻ പറയുന്നത് ഹിന്ദുക്കൾ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിക്കട്ടെ. ഞാൻ അടക്കമുള്ള എനിക്ക് തീരുമാനമുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഹിന്ദുക്കളെ നന്നാക്കാൻ എന്തായാലും പോകുന്നില്ല. ഉപയോഗിക്കുമായിരിക്കും. ഉപയോഗിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന വോട്ട് കിട്ടി, അവർക്ക് വേണ്ടുന്ന സ്ഥാനങ്ങൾ, മന്ത്രിസ്ഥാനങ്ങൾ കിട്ടാനോ MLA ആവാനൊക്കെ അവർ ഉപയോഗിക്കുമായിരിക്കും. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഹിന്ദു ബാന്ധവം, ശിവാജി മഹാരാജിനെ പോലെ ഹിന്ദുക്കൾ രക്ഷിക്കപ്പെടുന്ന ചിന്തയുള്ള ഒരാൾ പോലും ഇന്ന് ഒരു പാർട്ടിയിലില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ BJP പോലെ പാർട്ടിയൊക്കെ കുറച്ചുകൂടി ഹിന്ദുത്വ ബിംബങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഹിന്ദുക്കൾക്ക് സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം. പക്ഷേ നിയമനിർമ്മാണം നടക്കാത്തിടത്തോളം ആരും ഇവിടെ സംരക്ഷിതരല്ല. അത് വിഡ്ഢിത്തരാണ്. ഇന്ന് ശബരിമലയിൽ ഓക്കെ, നാളെ ഗുരുവായൂരാണെങ്കിലോ വേറൊരു കാര്യം പറഞ്ഞിട്ട്, മറ്റന്നാള് വേറെ സ്ഥലത്താണെങ്കിലോ എല്ലായിടത്തും നിങ്ങൾ സമരം ചെയ്യുക, അടികൊള്ളും ചെയ്യുമോ? അപ്പൊ അങ്ങനെ നിത്യനിരന്തര സംഘർഷത്തിലേക്ക് ഹിന്ദുമതത്തെ തള്ളിവിടാതെ ഹിന്ദുമതത്തിന്റെ ചില ബേസിക് കാര്യങ്ങളെ നിയമം മൂലം പരിരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അത് സർക്കാരുകൾക്കാണ്. അത് ഡിമാൻഡ് ചെയ്തിട്ട് വോട്ട് കൊടുക്കുള്ളൂ എന്ന് പറയാനുള്ള ബുദ്ധി പോലും ഹിന്ദുക്കൾക്കില്ല. അത് ഡിമാൻഡ് ചെയ്യണം. പ്രകടന പത്രികയിൽ ഇന്ന ഡിമാൻഡ് വെച്ചിട്ട് അത് പറ്റുണ്ടോ? ഇല്ല. അവരെന്തോ വരുന്നു, അത് നമ്മൾ വോട്ട് ചെയ്യണം. അങ്ങനെ പാടില്ല. ഇത് പറയുമ്പോൾ എനിക്ക് ശത്രുക്കളെ ഉണ്ടാവുള്ളൂ. കാരണം ഞാനീ പറയുന്നത് ഒരു പാർട്ടിയിലും, എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ഹിന്ദു എന്നത് ഒരു പ്രയോറിറ്റി അല്ല. അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായൊരു ബിസിനസ്, അതായത് അതിന് പിന്നിൽ എനിക്ക് സ്ഥാനം തരൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇന്ന സ്ഥാനം അപ്പോൾ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥമുള്ളത്? അതുകൊണ്ട് ഹിന്ദുക്കൾ ചെയ്യേണ്ടത് പൊളിറ്റിക്കലി അവെയർ ആയിരിക്കണം. വോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് വെക്കുന്ന ഡിമാൻഡ് അനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുന്നവർക്കേ വോട്ട് കൊടുക്കാവൂ. ഇപ്പം ഞാനൊരു തമാശ പറയാം. കോൺഗ്രസ് പാർട്ടിക്ക് ഒരുപാട് ഗ്രൂപ്പ് ഉണ്ടല്ലോ, AIBC അങ്ങനെ. അപ്പം അതിൽ കേരള കോൺഗ്രസിനൊരു പാർട്ടി കുറക്കാലം 80കളിൽ 70കളിൽ അടുക്കുമ്പോൾ ഇഷ്ടംപോലെ കേരള കോൺഗ്രസ് A, കേരള കോൺഗ്രസ് B, കേരള കോൺഗ്രസ് ഈ അക്ഷരമാലിലെ മുഴുവൻ അക്ഷരങ്ങളും ഉള്ള കോൺഗ്രസ്. ഈ എല്ലാ കേരള കോൺഗ്രസിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ക്രിസ്തീയ സഭയെ രക്ഷിക്കുക എന്നുള്ളതായിരുന്നു. റബ്ബറിന് വില കൂട്ടുക, സഭ പറയുന്ന ഡിമാൻഡുകൾ കൂട്ടിക്കൊടുക്കുക, സഭയ്ക്ക് മെഡിക്കൽ കോളേജ് കൊടുക്കുക. പല പൊളിറ്റിക്കൽ പാർട്ടീസായിട്ട് തിരിഞ്ഞു നിന്നിട്ട് അവർ ഒറ്റ ലക്ഷ്യമാണ്. ഹിന്ദുക്കളുടെ പാർട്ടികളുടെ ലക്ഷ്യം എന്ന് അവർക്കറിയൂ. അപ്പോൾ അതുകൊണ്ട് ഹിന്ദുക്കൾക്ക് അങ്ങനെ കേരള കോൺഗ്രസിന് വരെ ചെറിയ പാർട്ടി പോലും ഇല്ല. സത്യം പറഞ്ഞാൽ അത് ഫോക്കസ് ചെയ്തിട്ട് ഹിന്ദുക്കൾക്ക് ഗുണം ചെയ്യുന്ന ഒരു പാർട്ടി ഇല്ല. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുക എനിക്കറിയില്ല. ഈശ്വരൻ തന്നെ ഒരു അങ്ങനത്തെ ഒരു സെൻസുള്ള, അത് ഹിന്ദുക്കൾക്ക് വേണ്ടിയുള്ള ഒരു, ഇപ്പൊ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ പോലെ പേരിൽ മാത്രം ഹിന്ദു ലീഗായിട്ടൊരു കാര്യമില്ല കേട്ടോ. പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ നമ്മുടെ ക്ഷേത്രത്തെ, നമ്മുടെ സംസ്കാരത്തെ തകർക്കാത്ത രീതിയിലുള്ളതായിരിക്കണം. അങ്ങനെ വന്നാൽ നല്ലത്. ഞാൻ ഒരു പാർട്ടിയിലും ഇല്ല. എന്ന് വെച്ചാൽ എനിക്ക് മതബോധമല്ല എന്നല്ല. ഞാൻ ഒന്നാന്തരം ഹിന്ദുവാണ്. വളരെയധികം തീവ്രമായിട്ട് ഇതിനെ ധർമ്മത്തിനോട് വാദിക്കുന്നവനാണ്. ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി എന്നെ രക്ഷിക്കുന്ന വിശ്വസിക്കുന്നുമില്ല. ശബരിമലയോടുകൂടി എൻ്റെ ആ വിശ്വാസം പോയി. ശബരിമല എന്ന് പറയുന്ന ഞാൻ ചോദിക്കട്ടെ, തെലുങ്ക് ദേശം, ആന്ധ്ര, കർണാടക, കേരളം, തമിഴ്നാട് 5 സംസ്ഥാനങ്ങളിലെ ഭക്തന്മാരെങ്കിലും അയ്യപ്പനെ തേടി വരുന്നുണ്ട്. ഒരു മിഷണറിയും ഇല്ല, ഒരു പത്ര പരസ്യമില്ല, ചുമരെഴുത്തില്ല, അയ്യപ്പനിലൂടെ മാത്രം രക്ഷിക്കുന്നുണ്ട് ആരുമില്ല. എന്നിട്ടും കോടാനുകോടി ജനങ്ങൾ താനെ. അപ്പൊ ആ ദേവരുടെ ശക്തി ആലോചിച്ച് നോക്കും. ആ ദേവതയെ വെച്ചിട്ടൊരു സുവർണാവസരം, മറ്റേ അവർ പറഞ്ഞ പോലത്തെ സുവർണാവസരമാണ്. അത് മര്യാദ ചെയ്തോ? ഇല്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പറയുമ്പോൾ വലിയ പ്രത്യാഘാതങ്ങളുണ്ട്, അവർക്ക് വലിയ ദേഷ്യമൊക്കെ വരുമായിരിക്കും. പക്ഷെ ഒരു കാര്യം പറയാം,
ഈ മാഫിയാസ് തമ്മിലുള്ള പ്രശ്നം തീരുന്ന എങ്ങനെ അറിയപ്പെടും? തമ്മിലടിച്ചു പരസ്പരം കൊല്ലുവര്. ഒരു ഘട്ടത്തും അവർക്ക് മനസ്സിലാവും ഒരുമിച്ച് നിന്നാൽ കൂടുതൽ ലാഭം ഉണ്ടാവുന്നു. അപ്പോൾ അവർ ഒരുമിച്ച് നിൽക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് അതിലൊന്നും അവരിപ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എനിക്ക് നല്ല സുഹൃത്തുക്കളില്ല. നല്ല സുഹൃത്തുക്കളില്ല. രാഷ്ട്രീയ പാർട്ടിയിൽ പോകുന്നതോടുകൂടി അവരെന്താണ് പണയം വെക്കുന്നത്? അവരുടെ ബുദ്ധിയാണ് പണയം വെക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 100% കമ്മിറ്റ്. അത് പ്രശ്നമാണ്. രാഷ്ട്രീയ പാർട്ടികളിലൊന്നും എനിക്ക് ഒരു ചായ പോലും. അതുകൊണ്ട് എനിക്കൊരു ഉപകാരം അവർ ചെയ്യൂല. എവിടെയെങ്കിലും എനിക്കൊരു അവസരം കിട്ടാൻ മുടക്കാനേ അവർ നോക്കുള്ളൂ. എന്തുകൊണ്ട്? ഈ സത്യം തിരിച്ചറിയുന്നുണ്ട്. രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയുന്ന കുട്ടിയോടുള്ള ദേഷ്യം എന്നോടുണ്ട് അവർക്ക്. അത്ര. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ശബരിമലയെ വെച്ചിട്ട് ആരൊക്കെ കളിച്ചിട്ടുണ്ടോ അവരെല്ലാം അയ്യപ്പൻ വേരടക്കം പറിച്ചു കളഞ്ഞിട്ടുണ്ട്. അയ്യപ്പ സ്വാമി സത്യമാണ്. അയ്യപ്പനെ വെച്ച് ഒരു കള്ളം പറഞ്ഞവൻ പോലും സമാധാനമായിട്ട് ഉറങ്ങില്ല. എനിക്ക് ഉറപ്പാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ ഫലം വരും. അറിയാലോ, അയ്യപ്പന്റെ ക്ഷേത്രം തകർത്തവന്റെ കുടുംബം അവസാനത്തെ ആളും തമ്മിൽ കുത്തിയാൻ മരിച്ചു. പ്രബല മൂർത്തിയാണ്. അത് വെറുതെ നമ്മൾ എന്തിനാ വേണ്ടാത്ത വിളിക്കുന്നത്? അതുകൊണ്ട് പല ക്ഷേത്രങ്ങളും ഇങ്ങനെയുണ്ട്. രൂപം മാറ്റുക, തന്ത്രം മാറ്റുക, അങ്ങനെ പല 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 പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് ലാഭം ഉണ്ടാവും. അതിൽ വേറെ എന്തെങ്കിലും നമുക്കറിയില്ലല്ലോ. പിന്നെ ഇതിൽ പറഞ്ഞു വന്നപ്പോൾ തന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ സർക്കാരിന്റെ അധീനതയിലുള്ള പല മഹാക്ഷേത്രങ്ങളിലും ദേവഹിതം അറിയാനുള്ളൊരു സംവിധാനം ഇതുവരെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ നിരീശ്വരവാദികൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അതൊക്കെ തെറ്റായി മുത്തപ്പൻ അമ്പലത്തിൽ പോയിട്ടോ? ഇവിടെ പറശ്ശിനിക്കടവ് ബ്യൂട്ടിഫുൾ ആയിട്ടും നന്നായിട്ട് നടത്തുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് അധികം. അവിടെ കമ്മിറ്റി മുഴുവൻ അവരാ. അതൊക്കെ തെറ്റിദ്ധാരണ നമുക്ക്. അപ്പൊ ഈ ദേവഹിത അറിയാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ കട്ട് ചെയ്ത് പറയല്ലോ, അല്ലെങ്കിൽ മറന്നു പോതാ. എനിക്ക് ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിരുന്നു. കുരുതൊട്ടവരൊക്കെ ഭക്തന്മാരാണെന്നും ചരട് കെട്ടിയവരൊക്കെ എന്ത് സംരക്ഷണം, അതൊക്കെ വെറുതെ തോന്നുകയാണ്. എന്നോടൊരാൾ പറഞ്ഞു, സാറേ നമ്മൾ പ്രക്ഷോഭം ശക്തമാക്കണം, ദേവസ്വം ബോർഡിനെ എങ്ങനെ നമുക്ക് ക്ഷേത്രം പിടിച്ചു മാറ്റണം. ഞാനും അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ്. പക്ഷേ ദേവസ്വം ബോർഡ് ഇല്ലെങ്കിൽ ആരുടെ കയ്യിൽ എത്തിപ്പെടും? അപ്പം നിങ്ങൾ ഏതെങ്കിലും ക്ഷേത്രം പിന്നെ ഭരിച്ചു പരിചയം ഉണ്ട് ഞങ്ങൾക്ക്, പിന്നെ അതിൻ്റെ ഗതി എന്താ? ഇവരുടെ സ്ഥാപനങ്ങൾ ശമ്പളം കൊടുക്കണ്ടോ മര്യാദയ്ക്ക്? അവിടെ അഴിമതി ഉണ്ടോ? 10 അമ്പലം കിട്ടുമ്പോഴേക്ക് 10,000 അഴിമതി നടത്തുന്നവരാണ് ഈ ദേവസ്വം ബോർഡ് ക്ഷേത്രം മാറി ആരാ ഉത്തരവാദിത്തം പിന്നെ ഏറ്റെടുക്കുക? അവൻ ഇതിന്റെ 10 ഇരട്ടി കട്ടാലോ? അപ്പൊ ആരോട് പറയും? വേലി വളവെന്ന് ആരോട് പറയും? ഇപ്പൊ നമുക്ക് തെറി പറയാം അവരെ, ശത്രുക്കളുടെ പക്ഷത്തായുണ്ട്. അതുകൊണ്ട് നിരീശ്വരവാദികളൊക്കെ ക്ഷേത്രം കൊള്ളയടിക്കുകയും ഭക്തന്മാർ ക്ഷേത്രത്തിൽ ഒരു പൈസ എടുക്കാതിരിക്കുന്നവരാണെന്ന ചിന്താഗതിയൊന്നും എനിക്കിപ്പോൾ ഇല്ല. ഏറ്റവും വലിയ കൊള്ളകൾ ചെയ്യുന്നത് ഞാൻ കണ്ടെടുത്തോളം ഈ കുരു തൊട്ടിട്ട് അതിൻ്റെ അകത്ത് കൂടി നടക്കുന്നവരാണ്, അമ്പലം വിഴുങ്ങികളാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിരീശ്വരാതി ഒരു ജോലിയായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ മര്യാദ ചെയ്യുന്നത്. അപ്പം ഞാൻ പറയട്ടെ, ഇപ്പം പറശ്ശിനിക്കടവ് മുത്തപ്പന്റെ എപ്പോൾ പോയാലും ആഹാരമാണ്. നിങ്ങൾ ഏത് പാതിരാത്രി പോയാലും ആഹാരം കിട്ടും. അങ്ങനെ വേറെ ഏത് അമ്പലം അവിടെ ഉള്ളത് പറയൂ? ഏതെങ്കിലും നിങ്ങളുടെ ഓഫീസിലേക്ക് കയറി ചെന്ന ആഹാരം തരുമോ? ഇല്ല. ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത് ആർക്കും പോവാം, മുസ്ലിമിനും പോവാം, ക്രിസ്ത്യാനിക്കും പോവാം, ആർക്കും പോവാം. ആർക്കും ആഹാരമുണ്ട്. അങ്ങനെ ആയി തീരട്ടെ. അത് നിരീശ്വരവാദി ഭരിച്ചുകൊണ്ടത് മോശമായില്ലല്ലോ. ഭക്തൻ ഭരിച്ചുകൊണ്ട് ഏതെങ്കിലും നന്നായത് ചരിത്രവും കുറവാണ്. എല്ലാ അമ്പലം വിഴുങ്ങികളാണ്. അതുകൊണ്ട് ഞാൻ അത് അങ്ങനെ ഡിസിഷൻ ഞാൻ പറയുന്നത്, ചെയ്യുന്ന ജോലി ആത്മാർത്ഥമുള്ളവൻ ഹിന്ദു ആയാലും മുസ്ലിം ആയാലും അല്ലെങ്കിൽ ഭക്തനാണെങ്കിലും അല്ലെങ്കിലും. മുസ്ലിം ക്ഷേത്രം ഭരിക്കണം എന്നല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിനർത്ഥം നിരീശ്വരവാദി ആയതുകൊണ്ട് അയാൾ ക്ഷേത്രം കൊള്ളയടിക്കും, വിശ്വാസിയായതുകൊണ്ട് അയാൾ കൊള്ളയടിക്കില്ല എന്നൊന്നും നമുക്ക് മാതൃകകളില്ല. സത്യം പറഞ്ഞ പല സ്ഥലത്ത് കാണുമ്പോഴും വിശ്വാസികൾ നടന്ന ക്ഷേത്രങ്ങൾ ഭയങ്കര അഴിമതി നടന്നിരിക്കണേ. ഈ അടുത്ത ഒരു ക്ഷേത്രത്തിൽ 3 കോടി രൂപ കമ്മിറ്റി അടിച്ചു മാറ്റിയിട്ടിരിക്കുകയാണ് ഇതിന്റെ മേലെ. ഞാൻ അറിഞ്ഞ കേസാണ്, കഴിഞ്ഞ കൊല്ലം. എല്ലാവരും ഭക്തന്മാരാ. അപ്പൊ അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഉണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. പിന്നെ നമുക്ക് ഇനി ചോദിക്കാനുള്ളത് എന്താ വെച്ചാൽ, ഈ മതപരിവർത്തനത്തിന് വലിയൊരു ഏരിയ ആണ്. അത് പണ്ട് തൊട്ടുള്ള സംഭവമാണ്. ഇന്ന് മതപരിവർത്തനത്തെ പറ്റി പറഞ്ഞാൽ ആദ്യം വണങ്ങുക ഈ പറഞ്ഞ പാർട്ടിക്കാരൊക്കെയാണ്. കാരണം അവരാണ് ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. അതെനിക്ക് അത്ഭുതം. മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ വേരിന് വിഷം വെക്കുന്ന പരിപാടിയാണ്. പണ്ടില്ലേ മരം വാടാൻ വേണ്ടി മെർക്കുറി വേരിൽ വെക്കുന്ന പരിപാടിയാണ്. ഹിന്ദു മതത്തെ കാർന്നു തന്ന ക്യാൻസറാണിത്. ഇപ്പൊ നിർബാധം പഞ്ചാബ് വലിയ 70% മാറിക്കഴിഞ്ഞു. പിന്നെ വടക്ക് നോക്കണ്ടല്ലോ, സിക്കിം, മണിപ്പാൽ, മറ്റേതില്ല, മണിപ്പാലല്ല, സ്ഥലത്ത് വരുന്ന മിസോറാം, പിന്നെ യുദ്ധം നടക്കണ മണിപ്പൂര്. എന്താ സ്ഥിതി? ഇന്നലെയും കൂടി വാർത്തയെ കണ്ടു. കുക്കികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളാ. കുക്കികൾ വെടിവെച്ചിട്ട്
ഒരു മെയ്തേകൾ 5% ഉള്ളൂ. അവരെ വെടിവെച്ചു കൊല്ല ബാക്കിയുള്ളവർ. സർക്കാർ മിണ്ടാതെ കൈകെട്ടി നിൽക്കുക. മതപരിവർത്തന ശക്തികളെ കൂച്ചുവലം കിട്ടില്ലെങ്കിൽ, നിയമനിർമ്മാണം മൂലം മതപരിവർത്തനം തടഞ്ഞില്ലെങ്കിൽ ഹിന്ദുക്കൾ ബാക്കിയുണ്ടാവില്ല അവിടെ. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. ഏറ്റവും വലിയ വിഷമാണ് മതപരിവർത്തനം. അത് മതപരിവർത്തനം ഒരു ബില്ലുണ്ടാക്കാൻ ഒരു സർക്കാർ ധൈര്യമില്ല. ആകെ എൻ്റെ അറിവിൽ ജയലളിത മാത്രമാണ്, തമിഴ്നാട്ടിലെ ജയലളിത മാത്രമാണ് ഒരു നിയമം കൊണ്ടുവന്നത്. അവർക്ക് പിൻവലിക്കേണ്ടി വന്നു. അത്ര ശക്തിയാണ്. ഇന്നും ഇവിടെ ബ്രിട്ടീഷുകാരും പോർച്ചുഗീസുകാരും ഇവിടെ ഭരിക്കുന്നത് ശരിക്കും. കാരണം സിസ്റ്റം മുഴുവൻ അവരുടെ കയ്യിലാണ്. ആരും പാർട്ടികൾ അങ്ങോട്ടും മന്ത് മാറുന്നവരേ ഉള്ളൂ. ഒരു രാഷ്ട്രീയ പാർട്ടി, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഛത്തീസ്ഗഡിൽ നടന്നത് 100% നിയമവിരുദ്ധമായ കാര്യമാണ്. അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്ന പകരം അവരിപ്പോൾ മോചിപ്പിച്ചോട്ട് കൊണ്ടുവന്നു ഹിന്ദുക്കളെ, മതം മാറ്റിയ ആളുകളെ. അപ്പം നമുക്കൊരു പ്രതീക്ഷയും വെക്കേണ്ട കാര്യത്തിലൊന്നും. ഹിന്ദുക്കൾ സ്വയം മനസ്സിലാക്കുക, ഒരു രാഷ്ട്രീയ പാർട്ടി ഹിന്ദു വിരുദ്ധമായ കാര്യം ചെയ്താൽ അടുത്ത തവണ അധികാരത്തിൽ എത്തില്ല എന്ന് ഉറപ്പാക്കുകയും ചെയ്യാം. ഇത് പറഞ്ഞ ഉടനെ കോൺഗ്രസ്സുകാരനാക്കും തന്നെ. ഈ രാഹുൽ ഗാന്ധിയെ രാഹുൽ ഗണ്ഡിന്ന് പരസ്യമായിട്ട് മീഡിയയിൽ വിളിക്കുന്ന ഒരേ ഒരാൾ ഞാനാണ്. കോൺഗ്രസ് അത്യന്തം ഹിന്ദു വിരുദ്ധമാണെന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള ഒരാൾ ഞാൻ മാത്രമാണ്. കോൺഗ്രസ്സുകാരനാക്കണ്ട തന്നെ. ഞാൻ ഒരു ഇസക്കാരനുമല്ല. ഞാൻ പ്രോ ഹിന്ദുവാണ്. പ്രോ ഹിന്ദുവാണ്. അത്രയേ ഉള്ളൂ. മതപരിവർത്തനം നിയമം മൂലം നിരോധിക്കേണ്ടുന്ന ആളുകൾ ചെയ്ത പണി എന്താ വെച്ചാൽ, ആ കുക്കികള് മാക്സിമം ക്രിസ്ത്യാനികളാണ്. അവര് വെടിവെച്ച് കൊല്ലുകയാണ് 5% ഹിന്ദുക്കളെ, മെയ്തകളെ. ഒരു അഭിപ്രായം പറയില്ല, അങ്ങോട്ട് പോകുന്ന പോലും ഇല്ലാരും. പട്ടാളക്കാരും ഇല്ല. ഹിന്ദുക്കൾ കൊല്ലാൻ വിധിക്കപ്പെട്ട സ്വന്തം നാട്ടിൽ അഭയാർത്ഥികളായിരിക്കുകയാണ്. ഇത് പറഞ്ഞാൽ ഞാൻ കോൺഗ്രസ്സുകാരനാവുകയാണ്. ഞാൻ കോൺഗ്രസ്സുകാരനല്ല. കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ അങ്ങേയറ്റം വിമർശിക്കുന്ന ആളാണ്. കമ്മ്യൂണിസ്റ്റുകാരെ അങ്ങേയറ്റം വിമർശിക്കുന്ന പരസ്യമായ മീഡിയയിൽ. അതുകൊണ്ട് വേലി വിളവ് തരുന്നത് കണ്ടില്ല എന്നാരും വിചാരിക്കരുത്. ഛത്തീസ്ഗഡിൽ പോയിട്ട് ആദിവാസി മേഖലയിലുള്ള ബാക്കിയുള്ള ഹിന്ദുക്കളെ കൂടി മതം മാറ്റുന്ന ഈ കന്യാസ്ത്രീകളെ മോചിപ്പിച്ചു കൊണ്ടുവരാണ് ആര്? ഈ രാഷ്ട്രീയക്കാർ. അതേസമയത്ത് ഒരു ഹിന്ദു സന്യാസി ജയിലിൽ പോയവർ ആരെങ്കിലും പോയി കാണുമോ? അവരെ പറ്റി 10 കുറ്റം പറഞ്ഞുണ്ടാക്കും. അതാ അങ്ങനെ പറയും. അതുകൊണ്ട് നമ്മൾ ഐ ഡോണ്ട് തിങ്ക് വി ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. വി ആർ മൂവിംഗ് ടുവേർഡ്സ് എ ക്രിസ്ത്യൻഡം ഇൻ ഇന്ത്യ. In 10 years, I'm sure about it. If things are moving in this direction, in 10 or 15 years, Hindus will be somewhere between Christianity and Hinduism. They won't be true Hindus. And also, there will be a 100% growth in religious conversion. ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ക്രിസ്ത്യാനികളുടെ ക്രിസ്ത്യൻ ഡം ആണ് ഇന്ത്യയിൽ വരാൻ പോകുന്നത്. ഓൾറെഡി ഇറ്റ് ഈസ് ദെയർ ബൈ ദ സിസ്റ്റം. അതുണ്ട്. ജനസംഖ്യയിൽ മാത്രമേ മാറാത്തുള്ളൂ. പേര് മാറ്റാത്ത ക്രിസ്ത്യാനികളുടെ എണ്ണം കൂടും. തമിഴ്നാട്ടിലൊക്കെ എന്താ പേര്? ശരവണൻ, കഴുത്തിൽ കൊന്ത. എന്താ പേര്? വിജയലക്ഷ്മി, കഴുത്തിൽ കൊന്ത. അതാണ് പരിപാടി. മാരകമായ ക്യാൻസറാണ്. ഒരു രാഷ്ട്രീയക്കാരും പ്രതികരിക്കുന്നില്ല. കാരണം ഇവര് കോപിച്ചാൽ ട്രംപ് കോപിക്കും. ട്രംപ് കോപിച്ചാൽ പിന്നെ ഇന്ത്യ ഉണ്ടോ? ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അബ്സല്യൂട്ട്ലി ഡേഞ്ചറസ് ആണ്. ഈ റെഡ് ഫ്ലാഗ് 70s തന്നെ ഉയർന്നാണ് ഇവിടെ. ദിസ് ഇസ് എ റെഡ് ഫ്ലാഗ്. ദിസ് ഇസ് ഗോയിങ് ടു destroy Hinduism from the roots. But nobody is concerned. I am the only person among a few who is speaking against this, and I am being ostracized, or I am being ousted from the vicinity of all these power politics. ഈ രാഷ്ട്രീയക്കാരുടെ എന്നെ അട്ടിപ്പയക്കണം. കാരണം എൻ്റെ അഭിപ്രായത്തിനോട് വിലയില്ല. കാരണം ഞാനിത് പറയുമ്പോൾ അവർക്ക് വോട്ട് ബാങ്കുകൾ ഞാൻ വേദനിപ്പിച്ചാലേ, അവരുടെ വോട്ട് ബാങ്കുകൾ ഞാൻ വേദനിപ്പിക്കുന്നു. ചിന്തിച്ചു നോക്കൂ. അപകടകരമായ ഒരു ഹോപ്പ് ഞാൻ കാണാത്ത ഒരു ടണലിലാണ് ഹിന്ദുക്കളുള്ളത്. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് ജിഹാദി അറ്റാക്ക് ഇസ് ടു ഹൈ, ഒരു സൈഡിൽ നിന്ന് സ്വീറ്റായിട്ട് പുറമെ കാണിച്ചിട്ട് മതം മാറ്റിക്കൊണ്ട് നശിപ്പിക്കുന്ന ഒരു വിഭാഗം വേറെ. ഈ രണ്ടും നിയമപരമായിട്ട്, നമുക്ക് ഇവരോട് യുദ്ധം ചെയ്യാനോ വാളത്ത് വെട്ടാനോ അല്ല പറയുന്നത്, നിയമപരമായി നിയമനിർമ്മാണം നടത്തി മതപരിവർത്തന നിരോധന നിയമം ഇവിടെ വന്നേ പറ്റൂ. ഇല്ലെങ്കിൽ ബാക്കിയുള്ള ഹിന്ദുക്കളോട് സഫർ ചെയ്യും. മണിപ്പൂരിലൊക്കെ നോക്കണ്ട, തീർന്നു ഹിന്ദുക്കൾ. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നമുക്ക് തെരുവ് പട്ടികളെക്കാൾ താഴെയാണ് ഹിന്ദുക്കളുടെ സ്റ്റേറ്റസ്. നമുക്ക് പണ്ട് പറയാൻ ബാൽ താക്കറെ ഉണ്ടായിരുന്നു, ഇന്ന് ആരുമില്ല. ബാൽ താക്കറെക്ക് പവർ ഉണ്ടായിരുന്നു, എനിക്കൊന്നുമില്ല ഈ നാവല്ലാതെ. അതുകൊണ്ട് ലെറ്റ് മോർ പീപ്പിൾ സേ ദിസ് അഗൈൻ ആൻഡ് അഗൈൻ. ടെൽ ദം ഡെയറിംഗ് ഓൺ ദെയർ ഫേസ്. മടിച്ചു നിൽക്കരുത്. രാഷ്ട്രീയക്കാർ വീട്ടിൽ വോട്ട് വെച്ച് വരുമല്ലോ ചിരിച്ചുകൊണ്ട്. മതപരിവർത്തന നിയമം ഉണ്ടായാൽ ഞാൻ വോട്ട് തരാം, ഞാൻ ഹിന്ദു ആണെങ്കിൽ നാളെ ജീവിക്കണം ഇവിടെ എന്ന് പറയോ, then it is okay. If hundreds of people together will voice this concern, definitely I see a hope. If not, I don't see any hope at all. അതാണ് സത്യം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് തോന്നി മനുഷ്യർ വേണ്ട, ഇത് മറ്റുള്ള മനുഷ്യർ എൻ്റെ ജീവിതത്തിൽ വേണ്ട. ഐ എം ഹാപ്പി വിത്ത് ഓൾ ദിസ്. മോളെ എന്നൊരു തലോടി കഴിഞ്ഞാൽ പിന്നെ അത് പീഡന കേസാവും. അപ്പോൾ എന്തുകൊണ്ട് ആണുങ്ങൾ ഷർട്ട് ഊരിക്കയറുന്നു, പെണ്ണുങ്ങൾ എന്തുകൊണ്ട് ബ്ലൗസ് ഊരുന്നില്ല? ആ സ്കൂളിലെ ടീച്ചേഴ്സ് ഇവരോട് എന്ത് ചോദിച്ചിട്ട് ചിരിക്കും. അവരോട് നിങ്ങൾ ഗുരുവിനെ കാണണം, മന്ത്രം ചോദിക്കണം എന്ന് പറഞ്ഞാൽ
അവനത് തലകുത്തിനാക്കി തരും. 18 വയസ്സുള്ള പയ്യൻ കല്യാണം കഴിച്ചാൽ അവൻ സെക്സ് ആസ്വദിക്കാൻ പറ്റില്ല. ഒന്നാമത് അവന് പോൺ ഫിലിം കണ്ടാലേ ഈ സാധനം റെഡിയാവുള്ളൂ. ഇന്ന് അങ്ങനെ ഓപ്പോസിറ്റ് സെക്സ് താല്പര്യമില്ല. അപ്പൊ കുറെ പേരോട് ആത്മഹത്യ ചെയ്യാൻ സാധ്യത. അയാളൊരു ഷോർട്ട് ഫിലിം ഇറക്കി ഹിന്ദുമതം പഠിപ്പിക്കാൻ. അത് കണ്ടിട്ട് 2 കുട്ടികൾ മതം മാറിനാട്ടെ. അല്ലെങ്കിൽ പിള്ളേർ അത് നോക്കി പോടാന്ന് പറയും, പോടാ സ്വാമി എന്ന് പറയും.